നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സംസ്ഥാന സർക്കാർ PR വർക്കിന്റെ ഭാഗമായി എല്ലാ സാറ്റലൈറ്റ് ചാനലുകളിലും നാം മുന്നോട്ട് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അത് PRD ആണ് അതിന് ചുക്കാൻ പിടിച്ചത്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിലൊരു അഴിമതി ഉണ്ട് എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ നാം മുന്നോട്ട് എന്ന ചാനൽ പരിപാടിയുടെ മറവിൽ കോടികളുടെ അഴിമതി നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി PT ചാക്കോ രംഗത്തെത്തിയിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ പരിപാടിക്കായി 22 കോടിയോളം രൂപ ചെലവാക്കിയെന്നും ഇത് പാർട്ടി ചാനലിനെ സഹായിക്കാനാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിക്കുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ ഉദ്ധരിച്ചാണ് ഈ വെളിപ്പെടുത്തൽ നടന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സുതാര്യ കേരളം എന്ന പേരിൽ ഇതേ മാതൃകയിലുള്ള പരിപാടി സംപ്രേഷണം ചെയ്തിരുന്നു. CDTും PRDയും ചേർന്നായിരുന്നു ഇതിന്റെ നിർവഹണം നടത്തിയിരുന്നത്. ദൂരദർശനിൽ മാത്രം സംപ്രേഷണം ചെയ്തിരുന്ന ആ പരിപാടിയുടെ ഒരു എപ്പിസോഡിന് വെറും 63,000 രൂപ മാത്രമാണ് ചെലവാക്കിയിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ ഇതേ പരിപാടി നാം മുന്നോട്ട് എന്ന പേരിൽ മാറ്റിയപ്പോൾ ചെലവ് 4 ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് PT ചാക്കോ ചൂണ്ടിക്കാട്ടുന്നത്. ഇടത് സർക്കാരിന്റെ കാലത്ത് പാർട്ടിയുടെ നിർമ്മാണം പാർട്ടി ചാനലിനെയാണ് ഏൽപ്പിച്ചത്. ഒരു എപ്പിസോഡിന് 2.32 ലക്ഷം രൂപ വീതമാണ് പാർട്ടി ചാനലിന് നൽകുന്നത്. 2017 മുതൽ 2024 മാർച്ച് വരെ 179 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത വകയിൽ 21.95 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കിയതായാണ് പറയുന്നത്. UDF സർക്കാരിന്റെ കാലത്തെ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വൻ കൊള്ളയാണ് എന്ന ആരോപണമുണ്ട്. എല്ലാ ചാനലുകളും ആഴ്ചയിൽ ഒരിക്കൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്യാറുണ്ടെങ്കിലും നിർമ്മാണത്തിനുള്ള ഭീമമായ തുക പാർട്ടിയുടെ 2 ചാനലുകൾക്ക് മാത്രമാണ് നൽകുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും പരിഹരിക്കാനുമാണ് ഉമ്മൻചാണ്ടി സുതാര്യ കേരളം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ ഇത് ഇടത് ബുദ്ധിജീവികളുടെയും നൈസാന്തികരുടെയും ഒരു ഹൈ ക്ലാസ് പരിപാടിയാക്കി മാറ്റിയെന്നും അതനുസരിച്ചുള്ള ആഡംബര ചെലവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. വിവരാവകാശ നിയമപ്രകാരമുള്ള പുതിയ കണക്കുകൾ തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്ന് നിഷേധാത്മകമായ ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഉണ്ടായതെന്ന് PT ചാക്കോ ആരോപിക്കുന്നുണ്ട്. പുതിയ കണക്കുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം നൽകിയാൽ മതിയെന്ന അനൗദ്യോഗിക നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിലൂടെ വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത തന്നെ സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. നേരത്തെ PRDയും കിഫ്ബിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 227 കോടി രൂപ ചെലവാക്കിയെന്നാണ് PT ചാക്കോയുടെ പോസ്റ്റ്. അത് വലിയ ഒരു വിവാദമായി മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ കണക്കുകൾ പുറത്തുവിടുന്നത്. ആ പുതിയ കണക്കുകൾ പുറത്തുവിടുന്നതിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് സൂചന. സർക്കാരിന്റെ ധൂർത്തിനെക്കുറിച്ചുള്ള കഥകൾ ഇപ്പോൾ നാടുനീളെ ചർച്ചയാവുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പരിപാടികൾ പാർട്ടിയുടെ പ്രചാരണത്തിനായും പാർട്ടി ചാനലുകളെ സാമ്പത്തികമായി സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പൊതുജനങ്ങളുടെ നികുതി പണം ഇത്തരത്തിൽ ധൂർത്തടിക്കുന്നത് ജനാധിപത്യത്തിൽ വിരുദ്ധമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവരാവകാശ രേഖ പ്രകാരം 2024 ജൂലൈ 12 ലഭിച്ച മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന പേരിൽ നടത്തുന്ന ഈ PR അഭ്യാസം യഥാർത്ഥത്തിൽ ഖജനാവ് കൊള്ളയടിക്കാനുള്ള മാർഗമായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഇടങ്ങളിൽ പാർട്ടി സിദ്ധാന്തങ്ങൾ വിളമ്പുന്നതാണ് നാം മുന്നോട്ട് എന്ന പരിപാടിയുടെ രീതി എന്ന വിമർശനവുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം അഴിമതി ആരോപണങ്ങൾ സർക്കാരിന്റെ ഒരു മുഖച്ഛായ അല്ലെങ്കിൽ സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ സൃഷ്ടിക്കും. UDF കാലത്തെ സുതാര്യമായ പ്രവർത്തനങ്ങളും നിലവിലെ സർക്കാരിന്റെ രഹസ്യ സ്വഭാവമുള്ള ഇടപാടുകളും തമ്മിൽ വ്യത്യസ്തം ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് PT ചാക്കോ പ്രതീക്ഷിക്കുന്നത്. വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്.